ഇപ്പോൾ സമയം രാവിലെ 6:30 ആയിട്ടുണ്ട്. നമ്മളിപ്പം ടെൻറ്റിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ടെൻറ്റിനെ പുറത്തെ വിഷ്വൽ നിങ്ങൾക്ക് കാണണ്ടേ. കേസ് നമ്മുടെ ലവ് ലേക്കിൽ ഇതാ സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. അന്യായ വൈബ് കേട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങളിത് കണ്ടോ, ഫ്ലിമിംഗോ ബേർഡ്സ് ആണ് കേട്ടോ. ഇത് നിറയെ ഇത് അടുത്ത ആൾ എത്തിയിട്ടുണ്ട് കൂട്ടായിട്ട്. ഗൈസ് ഗുഡ് മോർണിംഗ്. രാത്രി നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് സൗണ്ടൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 6:30 ആയിട്ടുണ്ട്. നമ്മളിപ്പം ടെൻറ്റിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ടെൻറ്റിനെ പുറത്തെ വിഷ്വൽ നിങ്ങൾക്ക് കാണണ്ടേ. ഗൈസ് ഇതാണ്, ഓ സ്വർഗം ഗൈസ്, സ്വർഗം, ഒന്നും പറയാനില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ടെൻറ്റ് എന്ന് പറയുന്ന. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇവിടെയാണ് നമ്മൾ കിടന്ന്. അപ്പോൾ അവിടുന്ന് നേരെ തൊട്ട് മുന്നിലാണ് കേട്ടോ ഈ ലേക്ക്. ഈ ഒരു ലേക്കല്ല, ഇവിടെ ഒരുപാട് ലേക്കുണ്ട്. രാത്രിയിൽ സൂപ്പർ വൈബായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു, എങ്കിലും അടിപൊളിയായിരുന്നു. മിസ്റ്റർ രജനീഷ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പിംഗ്? സൂപ്പർ. രാവിലെ നല്ല വൈബാണ്. ഇനി നമുക്ക് സൂര്യോദയം കാണാം. നല്ല സൂര്യൻ എവിടെ? നല്ല ടെമ്പറേച്ചർ. സൂര്യൻ പക്ഷെ വരുന്നേ ഉള്ളൂ. കാശ്മീരി നാട്ടിൽ സൂര്യൻ ഉദിക്കുന്നില്ലല്ലോ. ഗെയ്സ് നിങ്ങളിത് കണ്ടോ ഗെയ്സ്? എന്തൊരു ബ്യൂട്ടിഫുള്ളാന്ന് നോക്ക്, ഒരു രക്ഷയില്ല. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ എല്ലാം ഇതുപോലെ ലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ എല്ലായിടത്തും വലിയ ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ. ഇവിടെ എല്ലാ സൈഡിലും ഇതുപോലെ ചെറിയ 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 ലേക്കുകളുണ്ട്. ഈ കാണുന്ന വണ്ടിയൊക്കെ ഇവിടെ ക്യാമ്പിങ്ങിന് വന്ന ആൾക്കാരാണ് കേട്ടോ. ഇവർ രാവിലെ ഒരു 10 മണി 11 മണിയൊക്കെ ആകാതെ ഇവിടുന്ന് പോവുകയില്ല. ഗെയ്സ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നോക്ക് നിങ്ങൾ, ആക്ച്വലി ഇത് പ്രകൃതിദത്തമായിട്ട് ഉണ്ടായിട്ട് വന്നിട്ടുള്ള ഒരു ലേക്കുകളല്ല, മാൻമെയ്ഡാണ്. ഇവിടെയുള്ള ആൾക്കാർ ഉണ്ടാക്കിയെടുത്താണ്. പക്ഷേ എങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഇതിന് ചുറ്റും എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലമുണ്ട്. ഈ സ്ഥലത്തിനൊക്കെ ചുറ്റും ഇതുപോലെ ടെൻ്റ് അടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുമുണ്ട് ഇവിടെ. ഗൈസ് നിങ്ങളിത് കണ്ടോ, ഒരുപാട് പക്ഷികളാണ് കേട്ടോ രാവിലെ. Hi, morning. Ahlan wa sahlan. Good morning. How are you? How's your? Sabah al-khair. Hi. How are you? I'm good. I'm good. How's your stay? No, thank you. Where are the flamingo? Flamingo. Maybe that. It's flamingo lake. ഗെയ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന രാത്രിയിൽ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. നിങ്ങൾക്കിതാ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യാമ്പ് ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് ആ ബ്യൂട്ടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഗെയ്സ് അതുപോലെ തന്നെ ഈ സ്ഥലം വരുന്ന ദുബായിലെ കുറച്ച് ഔട്ടറായിട്ടുള്ള അൽഖുദിർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ലവ് ലേക്ക് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കേട്ടോ. ഈ സ്ഥലം ഒരുപാട് ഇതുപോലെ ചെറിയ ചെറിയ ലേക്കുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിൻ്റർ സീസൺ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻ്റ് അടിക്കാൻ പോലും സ്പേസ് കിട്ടില്ല. ഒരു 6 മണിക്ക് മുന്നേ ഒക്കെ വന്നാലേ മര്യാദയ്ക്ക് നമുക്ക് ടെൻ്റ് അടിക്കാനോട് സ്പേസ് കിട്ടുള്ളൂ. അതുപോലെ ആളുകളെ കൊണ്ട് നിറയും, എല്ലാ ദിവസവും ഉണ്ടാകും കേട്ടോ.
പല രാജ്യത്തു നിന്ന് പല ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫാമിലിയായിട്ടും അല്ലാണ്ട് ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്നിട്ട് ഇവിടെ ഇതുപോലെ ക്യാമ്പിങ് ചെയ്യും. അപ്പോൾ നിങ്ങൾ UAE വരുവാണെങ്കിൽ ഇവിടെ കൂടെ ഒന്ന് വന്നിട്ട് വിസിറ്റ് ചെയ്ത് ഒരു ദിവസം ക്യാമ്പിങ് ചെയ്യുക. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും, നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള റോഡൊന്നും ടാർ ചെയ്തിട്ടൊന്നുമില്ല. ഇതുപോലെ തന്നെ മണ്ണിട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രകൃതിയുടെ ഒരു കറക്റ്റുള്ള നാച്ചുറാലിറ്റി വരാനായിട്ട് ഇവർ ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഈ പ്രകൃതി എന്ന് പറയുന്നത് എത്ര സുന്ദരമാണല്ലേ. നമുക്ക് എത്ര എൻജോയ് ചെയ്താലും എത്ര നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചാലും തീരാത്ത ഇതുപോലെ വേറൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കൊരു ഇഷ്ടമാണ് നമുക്ക് അതിനോട്, അത്രയ്ക്കൊരു വൈബാണത്. ഗൈസ്, നിങ്ങളിത് കണ്ടോ, ഇവിടെ ഒരു ലേക്ക് നിങ്ങൾ കാണുന്നുണ്ട്. നേരെ ഇതാ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും ലേക്ക്. അതുപോലെ എല്ലാ സൈഡിലും ഓരോരോ വലിയ വലിയ ലേക്കുകൾ വെച്ചോണ്ട് ഇവിടെ. ഗൈസ്, ഈ ലേക്കാണ് ഫ്ലെമിംഗോ ലേക്ക് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒരുപാട് ഫ്ലെമിംഗോ ബേർഡ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, ഇതാ നമ്മുടെ സൂര്യൻ പതുക്കെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ആ റെഡ് കളർ കാണുന്നിടത്താണ് ആശാൻ വരുന്നത്. അപ്പോൾ അതുകൂടെ വരുന്ന സീൻ എന്ന് പറഞ്ഞാൽ അന്യായമാണ് കേട്ടോ. കേസ്, നമ്മുടെ ലവ് ലേക്കിൽ ഇതാ സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. അന്യായ വൈബ് കേട്ടോ, ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ സൂര്യോദയം കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, ഒരു രക്ഷയില്ല, ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്, അത്രയ്ക്ക് മനോഹരം. ഗൈസ്, ഇവിടെ നിങ്ങളെ കാണുന്നത് മുഴുവൻ ടെൻ്റ് അടിക്കാൻ വന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാവരും ടെൻ്റ് അടിച്ച് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്ത ആൾക്കാരാണ്. ഗൈസ്, ഇവിടെ ഒരുപാട് ഫ്ലെമിംഗോ ബേർഡ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ ഒക്കെ? മലയാളിയല്ല, ഇവിടെയാണോ താമസം? സ്ഥിരമായിട്ട് 25 കൊല്ലമായിട്ട്. ദുബായിലാണോ അതോ അൽഖുദ്ര? ഗൈസ്, നിങ്ങളിത് കണ്ടോ, ഫ്ലെമിംഗോ ബേർഡ്സ് ആണ് കേട്ടോ. ഇത് നിറയെ. ഓ വാവ്, ഗൈസ് ഫ്ലെമിംഗോ ബേർഡ്സ് ആ ഫുള്ള്. എവിടെ കാണാൻ പറ്റും ഇതുപോലുള്ള കാഴ്ചകൾ? ഒരു രക്ഷയില്ല കേട്ടോ.
ഗേസ് ഇവിടെ ഇത് ഒരു കറുത്ത കളറിലുള്ള അരയന്നമാണ്, എന്താണോന്ന് അറിഞ്ഞുകൂടാ. അത് കണ്ടുകൊണ്ട് ഞാൻ ഓടി വന്നതാണ്. ഒരു രക്ഷയില്ല. വാവ്, എന്താ രസം. ഇത് എന്ത് സാധനമാണാവും. ഇതാ കപ്പിൾസ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇവർ. ഇത് അടുത്ത ആൾ എത്തിയിട്ടുണ്ട് കൂട്ടായിട്ട്. ഒരാൾ കരയിലോട്ട് കയറിയപ്പോൾ അടുത്ത ആൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ ഈ ട്രിപ്പ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായി. രാവിലെ ഏകദേശം 8 മണിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലവ് ലേക്കിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടിപൊളി വൈബായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ല, അടിപൊളിയല്ലായിരുന്നു? അടിപൊളി. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുവാണെങ്കിൽ എത്തുക. അപ്പം അടുത്ത വ്ളോഗിൽ നമുക്ക് വേറെ സ്ഥലത്തെ വിശേഷങ്ങൾ ഒക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.